Hi all, welcome back to A&S Tribute. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്ലഫി ആയിട്ടുള്ള ജപ്പാനീസ് പാൻ കേക്കാണ്. എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇതുപോലെ എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്ക് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഭയങ്കര ഫ്ലഫിയുമാണ്. ഇനി നമുക്ക് എഗ് യോക്കിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ്. പാലും എഗ്ഗും നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോറും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തരികളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഫ്ലഫി ആവുന്നവരെയും ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ലോ സ്പീഡിൽ വേണം ഇതൊന്ന് ബീറ്റ് ചെയ്ത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രാജ്വലി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 to 4 മിനിറ്റ്സിലേക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ തിക്നെസ്സും കൂടി വരും.
ഇതിലൊരു ഹാഫ് വരെ മാത്രം ഈ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് പൊങ്ങി വരുമ്പോൾ ഓവർഫ്ലോ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് വരേക്കും ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലൊരു മൂടി കൊണ്ട് മൂടി വെക്കാം. ഏകദേശം ഒരു 7 to 8 മിനിറ്റ്സ് ഒരു സൈഡ് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 8 മിനിറ്റ്സിന് ശേഷം ഇതേപോലെ നമ്മളെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ട് സൈഡും ഏകദേശം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റിങ് റിമൂവ് ചെയ്യാം. നമ്മൾ ജപ്പാനീസ് ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂഫ്ലെ പാൻ കേക്കാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഞാനിവിടെ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഹണിയും അതുപോലെ തന്നെ ബട്ടറും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി സിറപ്പോ അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പോ എന്ത് വേണമെങ്കിലും ഇതിന് മുകളിലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹണിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ടേസ്റ്റി ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് നിങ്ങൾ എന്ത് തന്നെയായാലും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.